നമസ്കാരം. വിഷൻ 2040 വാർത്താ നേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആശ സജി. പ്രധാന തലക്കെട്ടുകൾ: വിദേശ കാഴ്ചകൾ, ആരോഗ്യ വാർത്തകൾ, കുട്ടികളിലെ മാനസികാരോഗ്യം, വിദ്യാഭ്യാസ വാർത്തകൾ, തൊഴിൽ വാർത്തകൾ, ഇടവക വാർത്തകൾ. വാർത്തകൾ വിശദമായി. വിദേശ കാഴ്ചകൾ. ഹലോ, എൻ്റെ പേര് ആതിര മനു. ഇന്ന് വിദേശ കാഴ്ചകളിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്ന സ്ഥലം ഇംഗ്ലണ്ടിലെ നോർഫോക്ക് കൗണ്ടിയിലുള്ള സാൻഡ്രിംഗം എസ്റ്റേറ്റ് ആണ്. റോയൽ ഫാമിലിയുടെ ഒരു കൺട്രി ഹൗസ് ആണ് ഈ എസ്റ്റേറ്റ്. ഈ എസ്റ്റേറ്റിനുള്ളിൽ മനോഹരമായ വിശാലമായ പൂന്തോട്ടവും ഒരു മനോഹരമായ ഒരു ചെറു കൊട്ടാരവും, അവർ കൺട്രി ഹൗസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കൂടാതെ ഫാമും, അങ്ങനെ 20,000 ഏക്കറിൽ പടർന്നു കിടക്കുന്ന മനോഹരമായ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു എസ്റ്റേറ്റ് ആണ് സാൻഡ്രിംഗം എസ്റ്റേറ്റ്. നമുക്ക് അതിന്റെ പരിസരമെല്ലാം ഒന്ന് വിശദമായിട്ട് കാണാം. മറ്റു കാഴ്ചകളുമായി വിദേശ കാഴ്ചകളുടെ ഇനിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി. ആരോഗ്യ വാർത്തകൾ. ഡോക്ടർ ആശിഷ് വി എബ്രഹാം. നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈ BP എങ്ങനെ വരാതിരിക്കാൻ നോക്കണം, അഥവാ ഉള്ളവർക്ക് എങ്ങനെ BP കൺട്രോൾ ചെയ്യണം എന്നതിനെ പറ്റിയാണ്. ആദ്യമായിട്ട് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ശരാശരി നമ്മൾ 8 ഗ്രാം ഉപ്പ് വരെ ഡെയിലി ഉപയോഗിക്കുന്നു. ഇത് 2 തൊട്ട് 3 ഗ്രാം ആക്കുവാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് ഉപ്പ് കൂടിയ ഭക്ഷണം കുറച്ച് കഴിക്കുക. പ്രധാനമായിട്ട് ബേക്കറി ഐറ്റംസ്, പിന്നെ ഉണക്കമീൻ, പപ്പടം, അച്ചാർ എന്നിവ ഒഴിവാക്കുക, അല്ലെങ്കിൽ മിതമായി കഴിക്കുക. പിന്നെ നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് കൊഴുപ്പ് അധികം അടങ്ങിയ ആഹാരം അധികം കഴിക്കാതിരിക്കുക. അതിനായിട്ട് നമ്മൾ അധികം വറുത്തതോ പൊരിച്ചതോ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പിന്നെ കൊഴുപ്പ് അധികം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചാൽ നമ്മൾ പാക്കറ്റായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഇതിലെല്ലാം അവർ എണ്ണയിൽ വറുത്ത ആഹാരങ്ങളായിരിക്കും ഇതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ എടുക്കുന്ന എമൗണ്ട് ലിമിറ്റ് ചെയ്യുക. അടുത്തതായി അമിതമായി ആഹാരം കഴിക്കാതിരിക്കുക.
നമ്മൾ അമിതമായി ആഹാരം കഴിക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായി സ്റ്റോർ ചെയ്യുകയാണ്. ഇതിലൂടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ശരീരഭാരം കുറയ്ക്കുക എന്നതാണ്. നമ്മളുടെ ശരീരഭാരം കൂടുന്നതിലൂടെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ബോഡി വെയ്റ്റ് ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ആ റേഞ്ച് അറിയാനായി നമുക്ക് BMI എന്നൊരു മെഷർമെൻ്റ് ഉണ്ട്. ഈ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ തന്നെ വെയ്റ്റ് എത്രയാണോ അത് കിലോഗ്രാമിൽ ഡിവൈഡഡ് ബൈ നമ്മുടെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഈ റേഷ്യോ 25ൻ്റെ താഴെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിലും എളുപ്പമായി പറയുകയാണെങ്കിൽ നമുക്ക് വേറൊരു മെഷർമെൻറ്റും കൂടെ ഉണ്ട്. അത് നമ്മുടെ ഹൈറ്റ് എത്രയാണോ അത് ഹൈറ്റിൻ്റെ സെൻറ്റിമീറ്റർ -100. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് ആ റേഞ്ചിനോട് ആ സംഖ്യയോട് അടുപ്പത്തിലായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിനായിട്ട് ഇപ്പം 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 165 - 100 65 കിട്ടും. അപ്പം ഏകദേശം ഒരു 65നും 70നും ഇടയ്ക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അഞ്ചാമതായി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം നമുക്ക് കൂടുതൽ സ്ഥിരമായി എക്സസൈസ് ചെയ്യുക എന്നതാണ്. സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരഭാരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലെ നല്ല കൊളസ്ട്രോൾ അഥവാ HDL കൂട്ടുവാൻ സാധിക്കും. പിന്നെ മറ്റ് ഹൃദയരോഗങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യതയും നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു. അവസാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ബിഹേവിയറൽ ചേഞ്ചസ് അഥവാ നമ്മുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളെ പറ്റിയാണ്. നമ്മൾ കൂടുതലായിട്ട് ദേഷ്യപ്പെടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സമയം നമുക്ക് ഇഷ്ടമുള്ളവരുമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും ഫാമിലിയായിട്ട് സന്തോഷകരമായി സമയം ചെലവഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സുകൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് യോഗ അഥവാ മെഡിറ്റേഷൻ ചെയ്യുന്ന വഴി ഇതൊക്കെ കുറേ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ BP ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് സംസാരിക്കാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്. കുട്ടികളിലെ മാനസികാരോഗ്യം. ക്രിസ്റ്റീന ജോർജ്. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിൻ്റെ പ്രധാന പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ്. ഇതിൽ പ്രധാനപ്പെട്ട മാർഗം ജീവിതശൈലിയിൽ ഉണ്ടാവേണ്ട ക്രമീകരണമാണ്. ഉറക്കം, വ്യായാമം, ഭക്ഷണക്രമം എന്നിവയിൽ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ദിവസവും 6 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും കൃത്യമായി ഉറങ്ങുക. ഉറക്കത്തിന് മുൻപ് കഴിവതും സ്ക്രീൻ ഉപയോഗിക്കുന്നതും ദീർഘസമയത്തേക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക. അതോടൊപ്പം ഒരു ദിവസം 30 മിനിറ്റെങ്കിലും കൃത്യമായി വ്യായാമം ചെയ്യുക. ഇത്തരത്തിൽ വ്യായാമം ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഉത്കണ്ഠ കുറയ്ക്കുകയും ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായകമാകും. ഭക്ഷണക്രമത്തിൽ നിന്ന് പ്രധാനമായും ആൽക്കഹോളും കഫീനും ഒഴിവാക്കുകയും സമീകൃത ആഹാരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. അടുത്തതായി മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ്. ദിവസവും 10 മിനിറ്റ് സമയത്തേക്ക് മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും പരിശീലിക്കുന്നത് ശരീരത്തിൻ്റെ ഉത്കണ്ഠ കുറയ്ക്കുന്നതിന് സഹായകമാകും. അതോടൊപ്പം സാവധാനത്തിലും സമാധാനത്തിലും ദിനചര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും സഹായമാകും. അടുത്തതായി റിലാക്സേഷൻ ടെക്നിക്കുകൾ. വിവിധ തരത്തിലുള്ള റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട്. ഉദാഹരണത്തിന് അമിതമായ ഉത്കണ്ഠ തോന്നുമ്പോൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക, റിലാക്സ് ആകുന്നതിന് വേണ്ടി മ്യൂസിക് കേൾക്കുക തുടങ്ങിയ മാർഗങ്ങൾ പരിശീലിക്കുന്നത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഉത്കണ്ഠകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സഹായകമാകും. ഇത്തരം മാർഗങ്ങൾക്ക് പുറമെ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതുപോലെ തന്നെ കൗൺസിലിംഗ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. വിദ്യാഭ്യാസ വാർത്തകൾ. ലിൻഡുമോൾ ജെയിംസ്. വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് സ്വാഗതം. വിദേശ പഠനത്തിൽ വിദ്യാർത്ഥികൾ നടത്തേണ്ട ചില പ്രധാനപ്പെട്ട തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ആദ്യം തന്നെ താൽപ്പര്യമുള്ള രാജ്യം, ഉപരിപഠന മേഖല എന്നിവ തിരഞ്ഞെടുക്കണം. ഇന്ത്യൻ പാസ്പോർട്ടും 2 പേജിൽ കവിയാത്ത ബയോഡേറ്റയും തയ്യാറാക്കണം. അപേക്ഷയോടൊപ്പം 2 റെഫറൻസ് കത്തുകൾ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം, പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന സ്കോർ എന്നിവ ഉണ്ടായിരിക്കണം. ഇന്ന് വിദ്യാർത്ഥികൾ +2 ശേഷം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിനായി വിദേശത്ത് പഠിക്കുന്ന രീതി വർദ്ധിച്ചു വരുന്നു. അമേരിക്കയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പഠനത്തിന് SAT, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആക്ട്, അമേരിക്കൻ കോളേജ് ടെസ്റ്റും ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷകളിൽ മികച്ച സ്കോറും നേടിയിരിക്കണം. അഡ്മിഷന് ശ്രമിക്കുമ്പോൾ താൽപ്പര്യമുള്ള ഉപരിപഠന മേഖല, അഭിരുചി എന്നിവ തിരഞ്ഞെടുക്കുകയും 5 സർവകലാശാലകൾ തിരഞ്ഞെടുക്കുകയും
അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ബയോഡേറ്റ അയക്കുകയും പിന്നീട് അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ് അയക്കുകയും ചെയ്യണം. മുൻപ് പൂർത്തിയാക്കിയ അക്കാദമിക് പ്രോഗ്രാമുകളിൽ പഠിച്ച വിഷയങ്ങളും വിശദമായ സ്കോറും അടങ്ങിയ റെക്കോർഡാണ് ട്രാൻസ്ക്രിപ്റ്റ്. വിദേശ സർവകലാശാലയിൽ ചേരാൻ സ്വന്തം അധ്യാപകൻ നമ്മളെക്കുറിച്ച് എഴുതിയ റെഫറൻസും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലയിലെ പ്രശസ്തനായ വ്യക്തിയുടെ റെഫറൻസും ഇതിന് ആവശ്യമാണ്. നിങ്ങൾ ഉപരിപഠനത്തിനോ ഗവേഷണത്തിനോ എത്രത്തോളം യോജിച്ചവരാണെന്ന് തെളിയിക്കുന്ന അക്കാദമിക് റെഫറൻസ് എന്ന സാക്ഷ്യപത്രം അഡ്മിഷൻ പ്രക്രിയയിൽ ഉൾപ്പെടുത്തണം. വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അല്ലെങ്കിൽ ഗവേഷണത്തിന് നിങ്ങൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് വിശദമാക്കുന്ന കുറിപ്പാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് അഥവാ SOP. ഇവ അഡ്മിഷൻ സമയത്ത് കൃത്യമായി സമർപ്പിക്കണം. ഇൻ്റർനെറ്റിൽ നിന്ന് ലഭ്യമായതോ മറ്റാരുടെയെങ്കിലും കോപ്പി ചെയ്തതോ ആയ SOP ഒരിക്കലും തയ്യാറാക്കരുത്. അത് അപേക്ഷിക്കുന്ന ആളിന് പ്രശ്നമായി വരും. അടുത്തയാഴ്ചയിൽ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി. തൊഴിൽ വാർത്തകൾ ജോസിറ്റ പീറ്റർ. നമസ്കാരം. ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കമ്പനി, കോർപ്പറേഷൻ, ബോർഡ് അസിസ്റ്റന്റ് തസ്തികകളിലെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. അംഗീകൃത സർവകലാശാലയിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. നിയമന സാധ്യത 4000-ലധികം പേർക്ക്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. 2 വിജ്ഞാപനങ്ങൾ, രണ്ടിലും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നവർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം. ഒരു തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. വിവിധ വകുപ്പുകളിലെ 38 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം. ഗസറ്റ് തീയതി 15/10/2025. അപേക്ഷകൾ നവംബർ 19 വരെ സമർപ്പിക്കാം. തസ്തികകളും വിശദ വിവരങ്ങളും കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ടെറിട്ടോറിയൽ ആർമിയിൽ 1426 സോൾജിയർ അവസരം. റിക്രൂട്ട്മെന്റ് റാലി നവംബർ 15 മുതൽ. റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നാഷണൽ സർവീസ് സ്കീമിന്റെ www.ncs.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ടെറിട്ടോറിയൽ ആർമി സംബന്ധിച്ച വിശദ വിവരങ്ങൾ www.jointerritorialarmy.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. TMCയിൽ 423 ഒഴിവുകൾ. ടാറ്റ മെമ്മോറിയൽ സെന്ററിന് കീഴിലുള്ള വിവിധ ഹോസ്പിറ്റലുകളിൽ വിവിധ തസ്തികകളിലായി 423 ഒഴിവുകൾ. നഴ്സ് തസ്തികയിൽ മാത്രം 232 ഒഴിവുകൾ. നവംബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യത അടക്കമുള്ള വിശദ വിവരങ്ങൾക്ക് www.tmc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത ആഴ്ച പുതിയ തൊഴിൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി. ഇടവക വാർത്തകൾ. ഇടവക സമിതി യോഗം ചേർന്നു. വികാരിയച്ഛൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. തദവസരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആഘോഷത്തിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കുകയും തിരുനാൾ ആചരണത്തിന് നേതൃത്വം വഹിച്ച തിരുനാൾ കമ്മിറ്റി അംഗങ്ങളെയും കൺവീനർ ശ്രീ നോബൽ ടി ജോണിനെയും യോഗം അനുമോദിക്കുകയും ചെയ്തു. തുടർന്ന് ഇടവകയിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ചില നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും നൂതന പദ്ധതികളെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ഈ ആഴ്ചയിൽ നടന്ന കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനാ യോഗങ്ങൾ. മദർ തെരേസ പേരൂർ കൂട്ടായ്മയുടെ പ്രാർത്ഥനാ യോഗം ശ്രീ MK പൗലോസ് മുകളേലിൻ്റെ ഭവനത്തിൽ വെച്ച് നടന്നു.
ശ്രീമതി ഷേർലി ജോസി കുന്നലക്കാടിന്റെ ഭവനത്തിൽ വെച്ച് സെന്റ് സെബാസ്റ്റ്യൻ കൂട്ടായ്മ പ്രാർത്ഥനായോഗം നടന്നു. സെന്റ് പോൾസ് പ്രാർത്ഥനായോഗം ശ്രീ ജോസഫ് വലിയ പറമ്പലിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ശ്രീമതി മേരി മാത്യു അല്ലിപ്പള്ളിയുടെ ഭവനത്തിൽ വെച്ച് ഹോളി ഫാമിലി പ്രാർത്ഥനായോഗം നടത്തപ്പെട്ടു. വാർത്തകൾ അവസാനിച്ചു. നന്ദി.